രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാൻ ഗോതമ്പ് നോക്കിയപ്പോൾ ടിന്ന് കാലി. എന്നാൽ ദോശയോ ഇഡലിയോ ഉണ്ടാക്കാമെന്ന് വെച്ച് നോക്കിയപ്പം മാവരച്ച് വെക്കാൻ മറന്നുപോയി. സത്യം പറയാലോ, ഒന്നും ഇല്ലെങ്കിലും പ്രാതലിന് എന്തെങ്കിലും തട്ടിക്കൂട്ടും ചേട്ടൻ. എപ്പോഴോ മേടിച്ച് വെച്ച ചേമ്പ് പുഴുങ്ങി നല്ല തേങ്ങാ ചമ്മന്തിയും അരച്ച് രാവിലത്തെ ഭക്ഷണം ഉഷാറാക്കി. കുഞ്ഞൂസ് ഇത് കഴിക്കാത്തത് കാരണം അവൾക്ക് വേണ്ട തട്ടിക്കൂട്ട് സാധനം ഞാനും റെഡിയാക്കി. തേങ്ങയും ശർക്കരയും ചേർത്ത് അതുണ്ടാക്കി. അതിന് കണ്ണും മൂക്കും വരച്ച് അടിപൊളിയാക്കി. ഇന്നലത്തെ കൊടുങ്കാറ്റിൻ്റെ സൈഡ് എഫക്റ്റ് പീരുമേട്ടിലും പ്രതിഫലിച്ചു. ഭയങ്കര മഴയും കോടയും. രാവിലെ മുതൽ തണുപ്പ് കൂടിക്കൂടി വന്നു. തണുപ്പ് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഞാൻ ചേട്ടൻ്റെ സോക്സ് തപ്പിയെടുത്തിട്ടു. പിന്നെ ഉച്ചയ്ക്ക് ചോറിനുള്ള അരി കഴുകി അടുപ്പത്തിട്ടു. അപ്പോഴും പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഈ കാണുന്നത് ഞങ്ങളുടെ അടുക്കളയിൽ നിന്നുള്ള കാഴ്ചയാണ്. ദൂരെ മലയിൽ നിന്ന് കോട ഇറങ്ങി വരുന്നത് കണ്ടോ? ഇതിനിടയിൽ ഒരു 250 ഗ്രാം തേങ്ങാ ചമ്മന്തിയുടെ ഓർഡർ ഉണ്ടായിരുന്നു. ചേട്ടൻ അതങ്ങ് തയ്യാറാക്കി. കുളിച്ചോ? ഇത് അല്ല, കുളിച്ചിട്ട് ഇത് ആറ് ടീഷർട്ട് എടുത്തിട്ടിരിക്കുന്നത്. അവക്ക് വേറെ ഒന്നും ഇടാൻ കിട്ടിയില്ല. കണ്ട ടീഷർട്ട് കണ്ട, ഇത്രയും വലിയ ടീഷർട്ട്. ഞാൻ കഴുകി അലമാരി മടക്കി വെച്ചിരുന്ന ടീഷർട്ട് എടുത്തിട്ടിരിക്കുന്നുണ്ട്. പുതിയ ടീഷർട്ടാ. നീ കഴുകി? അല്ല, ആര് കഴുകിയാ? കുഞ്ഞു സാർ, അമ്മ ആരുടെ ടീഷർട്ടാണ് എടുത്തിട്ടിരിക്കുന്നത്? അമ്മ ആരുടെ ടീഷർട്ടാണ് എടുത്തിട്ടിരിക്കുന്നത്? അച്ഛയുടെ. അമ്മയുടെ ടീഷർട്ട് അച്ഛൻ എടുത്തിടത്തില്ലെന്ന് അമ്മയ്ക്ക് അറിയാം. എന്താണെന്നറിയോ? എന്ത്? അത് അച്ഛയുടെ കാല കയറാനും വേണ്ടിയേ ഉള്ളത്. നെയ്യെല്ലാം കട്ടി കളഞ്ഞ കേട്ടോ. ഒരു 250 ഗ്രാം ഗ്രീൻ ഗ്രേപ്സ് പിക്കിളും ആപ്പിൾ പിക്കിളും അതേപോലെ ഒരു 500 ഗ്രാം ബീഫ് അച്ചാറും ഓർഡർ ഉണ്ടായിരുന്നു. അതൊക്കെ അരിഞ്ഞ് അടുപ്പത്ത് വെച്ചപ്പോൾ പാത്രം കഴുകാൻ കുഞ്ഞൂസും സഹായത്തിനെത്തി. പിന്നെ ചേട്ടൻ ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാം ഒന്ന് അടുപ്പിച്ചു കൊടുത്താൽ പുള്ളി കിടിലൻ അച്ചാർ ഉണ്ടാക്കിക്കോളും. ഓർഡർ കുറവാണെന്ന് കരുതി ഒന്നിനും ഒരു പിശുക്ക് ഞങ്ങൾ കാണിക്കാറില്ല. ആവശ്യത്തിന് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർത്ത് അങ്ങ് ഉഷാറാക്കും. ആപ്പിൾ അച്ചാറും ഗ്രീൻ ഗ്രേപ്സ് അച്ചാറും ഒക്കെ ഇതിനിടയിൽ റെഡിയാക്കി. അങ്ങനെ അച്ചാറൊക്കെ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. അപ്പോഴും പുറത്ത് മഞ്ഞ് മല ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചങ്ങാതിമാരെ, സ്നേഹം നിറച്ച രുചിക്കൂട്ടുകൾ പൊതിഞ്ഞു വെച്ച് ഇനി അല്പം വിശ്രമിക്കട്ടെ. അപ്പോൾ നാളെ കാണാം. എന്നും സ്നേഹം മാത്രം.